ഇങ്ങനത്തെ ഒരു അന്തരീക്ഷമുള്ള അമ്പലം കിട്ടില്ല. ശബരിമല കഴിഞ്ഞാൽ പിന്നത്തെ അമ്പലം ഇതാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തൊഴുത് പോയി കഴിയുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. നമുക്ക് ഇവിടെ നിന്ന് വന്ന് ഭഗവാനെ കണ്ടുപോയി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നെയ്വിളക്ക് കഴിക്കാൻ ഭഗവാനെ എനിക്ക് എൻ്റെ കാര്യം സാധിച്ചു തരണമെന്ന് പറഞ്ഞ ആ കാര്യം നടന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. ശബരിമല പോലെ തന്നെ വലിയൊരു വനത്തിനകത്ത് ഒരു മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാനനപാതയിലൂടെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് യാത്ര ആരംഭിക്കാം. മലമുകളിലെത്തി ദർശനം നടത്തിയ ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. പമ്പാനദി തീരത്തു പിറന്ന കുമാര, പന്തളം തന്നിൽ വളർന്ന കുമാര. പമ്പാനദി തീരത്തു പിറന്ന കുമാര, പന്തളം തന്നിൽ വളർന്ന കുമാര. പമ്പാ ശിരസിൽ വസിക്കുന്ന വത്സല, പമ്പാ ശിരസിൽ വസിക്കുന്ന വത്സല. പമ്പയിലാറാടി നിൽക്കുന്ന ദേവാ, ഹരിഹരപുത്രനായ ഭക്തജനപ്രിയ. പമ്പാവാസ ശരണം പന്നയ്യപ്പ, പമ്പ വിളക്കേ ശരണം പന്നയ്യപ്പ. പമ്പാവാസ ശരണം പന്നയ്യപ്പ, പമ്പ വിളക്കേ ശരണം പന്നയ്യപ്പ. ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ കൊടകര വെള്ളിക്കുളങ്ങര പാതയ്ക്ക് സമീപമുള്ള കോടശ്ശേരി മലയുടെ മുകളിലാണ് ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ശ്രീകോവിലിനകത്ത് ഒരു പീഠത്തിൽ കിഴക്കോട്ട് ദർശനമായി ശിവൻ, പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, മഹാവിഷ്ണു, ശാസ്താവ് എന്നീ 6 ഈശ്വരന്മാർ കുടികൊള്ളുന്ന ക്ഷേത്രമാണിത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ആറേശ്വരം എന്ന് പേര് വന്നത്. ഈ ക്ഷേത്രത്തിൽ ശ്രീധർമ്മശാസ്താവിനാണ് ഏറ്റവും പ്രാധാന്യം നൽകി വരുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് വാണരുളുന്ന 6 ഈശ്വരന്മാരും പ്രകൃതിയോടും മനുഷ്യനോടും ഇണങ്ങി മഞ്ഞും മഴയും വെയിലും കൊണ്ട് ഇരിക്കുവാനാണ് ഏറെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മേൽക്കൂരയില്ല എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ പൂജ സമയം കഴിഞ്ഞാലും ക്ഷേത്ര ശ്രീകോവിലിൻ്റെ വാതിൽ സദാസമയം തുറന്നിട്ടിരിക്കുന്നതിനാൽ ഏതൊരു ഭക്തനും ഏതൊരു സമയത്തും ഈ ക്ഷേത്രത്തിലെ 6 ഈശ്വരന്മാരെയും ദർശനം ചെയ്യുവാൻ സാധിക്കും എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഈ ക്ഷേത്രത്തിന് സമീപമുള്ള പുനർജനി ഗുഹ. ഈ ഗുഹയിൽ കൂടി കടന്ന് ഗുഹയുടെ മറുവശത്തു കൂടി ഇറങ്ങി വരുമ്പോൾ ഭക്തരുടെ ഈ ജന്മത്തിലെ സർവ്വ പാപങ്ങളും ദുരിതങ്ങളും തീർന്ന് പുതിയൊരു നല്ല തുടക്കത്തിന്, അതായത് സർവൈശ്വര്യം നിറഞ്ഞ ഒരു പൊതുജീവിതം ഭക്തർക്ക് ലഭിക്കും എന്നാണ് വിശ്വാസം. ഈ പുനർജനി ഗുഹയ്ക്കകത്ത് കയറുന്നതിന് 7 ദിവസം മത്സ്യമാംസാദികൾ ഭക്ഷിക്കാതെ വ്രതമെടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ വ്രതമെടുത്തു വരുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും, അവർ മെലിഞ്ഞയാളാണെങ്കിലും വണ്ണമുള്ളയാളാണെങ്കിലും ഈ പുനർജനി ഗുഹയിലൂടെ പ്രവേശിച്ച് പുറത്തിറങ്ങാവുന്നതാണ്. എന്നാൽ വ്രതമെടുക്കാതെ പരീക്ഷണാർത്ഥം ഈ ഗുഹയിൽ കയറിയിട്ടുള്ളവർ ഈ ഗുഹയിൽ കുടുങ്ങിപ്പോയിട്ടുമുണ്ട്. അത്രയേറെ അത്ഭുതം നിറഞ്ഞതും പ്രത്യേകത നിറഞ്ഞതുമാണ് ഈ ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ പുനർജനി ഗുഹ. ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുനർജനി ഗുഹ, അതിൽ കൂടെ നോയമ്പെടുത്ത് കയറിയ പാപങ്ങളൊക്കെ തീരുമെന്നാണ് ഐതിഹ്യം. 7 ദിവസത്തെ നോയമ്പൊക്കെ എടുത്ത് കയറണം എന്നാണ്. സാധാരണ ആൾക്കാർ നോയമ്പൊക്കെ എടുത്ത് വ്രതം എടുത്ത് കയറാറുണ്ട്. അത് ഈ മണ്ഡലമാസത്തിലാണ് അധികം ഉണ്ടാവാറ്. പരീക്ഷിക്കാനായിട്ട് കയറുന്നവർ അതിൽ സ്റ്റക്കായി പെട്ടുപോകാറുണ്ട്. 2-3 അനുഭവം നമ്മൾ നേരി കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ഉത്സവം ഷഷ്ടിയിലന്ന് 2-3 പ്രാവശ്യമൊക്കെ കയറി കടന്ന്
പിന്നെ താഴെ പോയി മദ്യം കഴിക്കലൊക്കെ ഉണ്ടായി വന്നിട്ട് പിന്നെ കയറി അതിൽ പെട്ട് നിൽക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് വണ്ണം കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രത്യേകതയില്ല. എത്ര വണ്ണമുള്ളവരും കടന്നു പോകും. ചില വണ്ണം കുറഞ്ഞവർ അതിൽ പെട്ട് നിൽക്കുകയും ചെയ്യും. ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരു പീഠത്തിൽ വാണരുളുന്ന 6 ഈശ്വരന്മാരും എങ്ങനെയാണ് ഈ വനത്തിനുള്ളിലെ മലമുകളിൽ ശ്രീധർമ്മശാസ്താവിനോടൊപ്പം കുടികൊണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐതിഹ്യ കഥയുണ്ട്. ആ ഐതിഹ്യ കഥയും ഈ ക്ഷേത്രം ദർശനം നടത്തുന്ന ഭക്തർക്കുണ്ടാകുന്ന ദർശന സൗഭാഗ്യവും നിങ്ങളുടെ അറിവിലേക്കായി പറയാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രവും പരിസരവും ഇരിങ്ങാലക്കുട ഗ്രാമം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഗ്രാമം പറമ്പിക്കുളം ശ്രീമഹാദേവ ക്ഷേത്രം മുതൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം വരെ വ്യാപിച്ചു കിടന്നിരുന്നു. ഈ ഗ്രാമത്തിലേറെയും ബ്രാഹ്മണരായിരുന്നു. ഈ ഗ്രാമത്തോട് ചേർന്ന് മറ്റു നിരവധി ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഗ്രാമത്തിലെ ബ്രാഹ്മണർ തമ്മിൽ പരസ്പരം അസ്വാരസ്യങ്ങളുണ്ടായി. ഒരു ഗ്രാമത്തിലെ ബ്രാഹ്മണർ ഈ ഇരിങ്ങാലക്കുടയിലെ ബ്രാഹ്മണരെ ഇല്ലായ്മ ചെയ്യുന്നതിനായി ദുഷ്ക്രിയകളും പൂജകളും ആരംഭിച്ചു. ആ ദുഷ്ക്രിയകളുടെയും പൂജകളുടെയും ഫലമായി അവർ മായാവിയായ ഒരു അസുരനെ സൃഷ്ടിച്ച് ഇരിങ്ങാലക്കുട ഗ്രാമത്തിലേക്ക് അയച്ചു. ആ മായാവിയായ അസുരനെത്തിയോടുകൂടി ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ ജനങ്ങളുടെ കഷ്ടകാലവും ആരംഭിച്ചു. മാറാവ്യാധികളും ദുരിതങ്ങളും വന്ന് പല ബ്രാഹ്മണരും മരണത്തിന് കീഴടങ്ങി. മായാവിയായ അസുരന്റെ ദുഷ്പ്രവൃത്തി മൂലമാണ് ബ്രാഹ്മണർ മരിക്കുന്നതെന്ന് ഇരിങ്ങാലക്കുടയിലെ ബ്രാഹ്മണർക്ക് മനസ്സിലായി. ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ എല്ലാവരും ചേർന്ന് ഗ്രാമത്തിന്റെ അധിപതിയായ കൂടൽമാണിക്യം ഭരതസ്വാമിയെ ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞു. കൂടൽമാണിക്യം ഭരതസ്വാമി ഉടൻ തന്നെ ഗ്രാമത്തെ രക്ഷിക്കുന്നതിനും അസുരനെ നിഗ്രഹിക്കുന്നതിനുമായി ബാലനായ ശ്രീധർമ്മശാസ്താവിനെ ഇരിങ്ങാലക്കുട ഗ്രാമത്തിലേക്ക് അയച്ചു. അങ്ങനെ ബാലനായ ശാസ്താവ് അസുരനുമായി യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിനൊടുവിൽ മായാവിയായ അസുരൻ വലിയൊരു സർപ്പമായി മാറി. ആ സർപ്പത്തെ ബാലനായ ശാസ്താവ് തൻ്റെ ആയുധമായ വാളുകൊണ്ട് 3 കഷ്ണങ്ങളായി വെട്ടിമുറിച്ച് അസുരനെ നിഗ്രഹിച്ചു. അസുരനെ വധിച്ച ശേഷം ബാലനായ ശാസ്താവ് വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ച സമയം സർവ്വദേവാദി ദേവന്മാരും അവിടെ എത്തി ശാസ്താവിനെ അനുഗ്രഹിച്ചു. അവിടെ എത്തിയ ശിവപാർവതിമാരോടും തൻ്റെ അമ്മയായ മഹാവിഷ്ണുവിനോടും സഹോദരങ്ങളായ ഗണപതിയോടും മുരുകനോടും തനിക്ക് തുണയായി ഇവിടെ ഉണ്ടാകണമെന്ന് ബാലനായ ശാസ്താവ് അപേക്ഷിച്ചു. അങ്ങനെ ബാലനായ ശാസ്താവിൻ്റെ സംരക്ഷണാർത്ഥം ഈ 5 ഈശ്വരന്മാരും ഒരേ പീഠത്തിൽ ഇവിടെ ശാസ്താവിനോടൊപ്പം കുടികൊള്ളുകയായിരുന്നു. അങ്ങനെയാണ് ഈ ആറേശ്വരം ക്ഷേത്രത്തിൽ ഈ 6 ചൈതന്യങ്ങളും ഒരേ ശ്രീകോവിലിൽ കുടികൊണ്ടത്. ഈ ക്ഷേത്രത്തിൽ വാണരുളുന്ന ശാസ്താവിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കഥ കൂടി പറയാനുണ്ട്. പണ്ട് ഗ്രബ് സായിപ്പ് എന്ന ബ്രിട്ടീഷുകാരൻ ഈ ക്ഷേത്രത്തിൻ്റെ അടിവാരത്ത് കൂടി പോയ സമയം വിളിച്ചാൽ വിളി കേൾക്കുന്ന ശാസ്താവാണെങ്കിൽ വിളി കേൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അടിവാരത്ത് നിന്ന് ക്ഷേത്രത്തെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു. എന്നാൽ ശാസ്താവ് വിളി കേൾക്കാത്തതിനാൽ ദേഷ്യപ്പെട്ട് കളിയാക്കിക്കൊണ്ട് ഈ മലമുകളിലേക്ക് കയറി വന്ന സായിപ്പ് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും ശാസ്താവിൻ്റെ വിഗ്രഹമെടുത്ത് ചാലക്കുടിയിലുള്ള തൻ്റെ ട്രംപുവേ ബംഗ്ലാവിൽ കൊണ്ടുചെന്ന് വച്ചു. എന്നാൽ പിന്നീടുള്ള രാത്രികളിലൊന്നും സായിപ്പിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയം തന്നെ ആരോ വടികൊണ്ട് അടിക്കുന്നതായി സായിപ്പിന് തോന്നി. അടികൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട സായിപ്പ് ആ ശാസ്താ വിഗ്രഹം ഈ ക്ഷേത്രത്തിൽ തിരികെ കൊണ്ടുവന്നു വച്ചു എന്നാണ് കഥ. അത്രയ്ക്കും ശക്തി ചൈതന്യമാണ് ഈ ആറേശ്വരം ശ്രീധർമ്മശാസ്താവിനും മറ്റ് ഈശ്വരന്മാർക്കും. അതുകൊണ്ട് തന്നെ ഈ 6 ഈശ്വരന്മാരെയും ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് വിശ്വാസം. കൂടാതെ ശത്രുദോഷ നിവാരണത്തിനും ഈ ദർശനം അത്യുത്തമമാണ്. അതുമാത്രമല്ല 38 ശനിയാഴ്ചകളിൽ ഈ 6 ഈശ്വരന്മാരെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും സദ്സന്താന ലബ്ധിക്കും അത്യുത്തമമാണ്. കൂടാതെ ത്വക്ക് രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് അന്നേ ദിവസം ചേന നടയിൽ വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ ഈ ക്ഷേത്രത്തിൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ഭക്തജനങ്ങൾ പന്തിരാഴി വഴിപാട് അതിപ്രാധാന്യത്തോടെ നടത്തിവരുന്നു. ആറാശ്വരം ശ്രീ ധർമ്മശാസ്താവ് ക്ഷേത്രത്തിൽ നട തുറക്കുന്ന സമയം കാലത്ത് 6 മണി തൊട്ട് 10 മണി വരെ, വൈകുന്നേരം 6 തൊട്ട് 7 വരെ.
RSS ക്ഷേത്രത്തിൽ ഒറ്റ പീഠത്തിലാണ് അയ്യപ്പസ്വാമിയുടെ പീഠത്തിലിരിക്കുന്നത്. ശ്രീ മഹാദേവ സ്വാമി, പാർവതി ദേവി, ഗണപതി, സുബ്രഹ്മണ്യൻ, വിഷ്ണു ഭഗവാൻ, അയ്യപ്പൻ, ഭദ്രകാളി എന്നീ ധർമ്മദൈവത്തെ ഒറ്റ പീഠത്തുമിരിക്കുന്ന ധർമ്മദൈവം വേറെ എങ്ങും ഇല്ലയെന്നാണ് എൻ്റെ ഓർമ്മ. സർവൈശ്വര്യമായിരിക്കുന്ന സ്ത്രീകളുടെ ശബരിമലയാണ്. വേദമന്ത്രങ്ങളെ കൊണ്ട് കാലത്ത് അഭിഷേകം ചെയ്യാം. സപ്തശുദ്ധി, പുരുഷസുക്തം, ഭാഗ്യസുക്തം, പുണ്യാഹം ഇത്യ മന്ത്രങ്ങളും കൊണ്ട് അഭിഷേകം ചെയ്യാം. സപ്തശുദ്ധി എന്ന് പറഞ്ഞാൽ ശരീരം ശുദ്ധിയാക്കുക, നാടിനും ബിംബത്തിനും ശുദ്ധിയാക്കി കഴിഞ്ഞ ശേഷമാണ് അഭിഷേകം മലരദ്യം ചെയ്യുക. അപ്പോൾ ഒരു നവീകരണത്തിൻ്റെ ബലമാണ് സപ്തശുദ്ധി. എത്രണ്ടും അഭിഷേകം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് പന്തിരാഴി, ശർക്കര പന്തിരാഴി എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ നാഴിമ്പിടി നേദ്യം കാര്യസദ്യതയ്ക്കുണ്ട്. പിന്നെ എള്ളുപായസം, പിന്നെ വെള്ളനേദ്യം, നെയ്പായസം, കടുംപായസം, വേദമന്ത്രം, പുഷ്പാഞ്ജലി എല്ലാം ഇവിടെ ചെയ്യാം. സ്വയംവരം സഹിതം ചെയ്യുന്നുണ്ട് ഇവിടെ. കല്യാണം നടക്കാനും കാര്യസാധ്യതയ്ക്കും പ്രധാനപ്പെട്ട സ്ത്രീകളുടെ ശബരിമല എന്നാണ് പറയുക. എന്ത് കാര്യം സത്യസംഹാരമൂർത്തിയായിട്ടാണ് ഇവിടെ സങ്കല്പം. എല്ലാ കാര്യത്തിനും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാവും. ആറാശത്വപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്വാമിയെ ശരണമയ്യപ്പ. ഇനി ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകളെക്കുറിച്ച് പറയാം. ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി പ്രധാന ശ്രീകോവിലിന് നേർ അഭിമുഖമായി ഒരു കൽപ്പടവ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ കൽപ്പടവുകൾ കയറി മുകളിൽ ചെല്ലുമ്പോൾ ഇടത് ഭാഗത്തായി പടിഞ്ഞാറ് ദർശനമായി ഒരു ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഈ ബ്രഹ്മരക്ഷസിൻ്റെ കുറച്ചു മാറി വലതുഭാഗത്തായി പടിഞ്ഞാറ് ദർശനമായി ഒരു വെളിച്ചപ്പാടിൻ്റെ പ്രതിഷ്ഠയും നമുക്കിവിടെ കാണാം. കൂടാതെ പ്രധാന ശ്രീകോവിലിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഒരു തറയിൽ കിഴക്കോട്ട് ദർശനമായി നാഗരാജാവ്, നാഗയക്ഷി എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട്. കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലായി കാണുന്ന അതിമനോഹരമായ കൽപ്പടവുകൾ വരെ ഭദ്രകാളി അമ്മയുടെ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിലുണ്ട്. പണ്ടുകാലത്ത് ഈ ഭദ്രകാളിക്ക് വർഷത്തിലൊരിക്കൽ പൂജാതി കർമ്മങ്ങൾ നടത്തിയിരുന്നു. ഈ ഭദ്രകാളി അമ്മ പ്രതിഷ്ഠയില്ലെങ്കിലും സാന്നിധ്യമായി ഇവിടെ നിലകൊള്ളുന്നു. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. സ്ത്രീകളാണ് കൂടുതലൂടെ വരുന്നത്. അതായത് ശബരിമല പോകുന്ന അതേ ഒരു ഇതിലാണ്. വൃശ്ചമാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് ഇവിടുത്തെ ഷഷ്ടി ആഘോഷം. പിന്നെ എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ പ്രത്യേകതയുണ്ട്. വന്ന് നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ബലം കാണുന്നുണ്ടെന്നാണ് അറിവ്. ഇപ്പം ഞാൻ എല്ലാ മാസത്തിലും വരാറുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ എന്തെങ്കിലും വിഷമിച്ച് മനസ്സൊരുക്കി ഇവിടെ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു നെയ് വിളക്ക് കത്തിക്കാമെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ ആ കാര്യം സാധിച്ചിരിക്കും. നെയ് വിളക്ക് കഴിക്കാൻ ഭഗവാനെ എനിക്ക് എൻ്റെ കാര്യം സാധിച്ചു തരണേന്ന് പറഞ്ഞാൽ ആ കാര്യം ഇവിടെ നടന്നിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ടും അങ്ങനെയാണ്. ഇതുപോലെ തന്നെ ലോണുകളൊക്കെ എടുത്തിട്ട് അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ എന്താ ചെയ്യുക, എല്ലാവർക്കും ലോണായി, എനിക്ക് മാത്രം ഒന്നും ശരിയായിട്ടില്ലല്ലോ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലോടും ചെന്ന് ചോദിക്കുമ്പോഴേക്കും അവരെന്തെങ്കിലും എടുത്തു തന്ന് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാനും ഭഗവാൻ നമുക്ക് ഞങ്ങളോടൊപ്പം നിൽക്കും. ഒരുവിധം ശനിയാഴ്ച ദിവസങ്ങളിൽ, ഏതാനും ദിവസങ്ങളിൽ ശനിയാഴ്ച നല്ല തിരക്കുണ്ടാവും. പ്രത്യേകിച്ച് വൃശ്ചികം 1-ാം തീയതി അന്നാണ് ഏറ്റവും തിരക്ക്. ആ കാലഘട്ടത്തിൽ ഇവിടെ തമിഴന്മാരും ഹിന്ദി വടക്കേ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്. ഈ അമ്പലം അതുപോലെ പ്രശസ്തിയാണ്. ഇപ്പോഴും മേശാന്തി ഇവിടുന്ന് പോയി തിരുമേനിയാണ്. എല്ലാം കൊണ്ടും ഇങ്ങനത്തെ ഒരു അന്തരീക്ഷമുള്ള അമ്പലം കിട്ടില്ല. ശബരിമല കഴിഞ്ഞാൽ പിന്നത്തെ അമ്പലം ഇതാണ്. ഇത് ഇവിടെ വന്ന പല ഗുണങ്ങളുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും സന്തോഷം കിട്ടും. ഇവിടുത്തെ എള്ളുതിരി എന്ന് ഒരു പ്രത്യേകതയാണ്. പിന്നെ എല്ലാവരും സൗഭാഗ്യവും തരുന്നത് അയ്യപ്പസ്വാമിയാണ്. അത് പ്രത്യേകതയാണ്. കാരണം ആർക്കും എപ്പോഴും വരാൻ സൗകര്യമാണ്. പിന്നെ ഇതുപോലെ ഒരു ഏരിയ കാട് പിടിച്ച് മലകളുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. അമ്പലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ശബരിമല അമ്പലം ഇതുപോലെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കുട്ടിക്കാലത്ത് അമ്മൂമ്മയാണ് ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അന്ന് ഈ മലകളൊക്കെ ചവിട്ടി കയറുമ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷവും പിന്നെ അതുമാതിരി ആദ്യമായിട്ട് കാണുമ്പോൾ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയായിരുന്നു. പിന്നെ കുറേ കഥകളൊക്കെ പറഞ്ഞുതരും. അമ്മൂമ്മയുടെ വീട് ഇവിടെയായിരുന്നു. അമ്മൂമ്മയുടെ അനിയത്തിയൊക്കെ താമസിക്കുന്നത് ഇവിടെ മറ്റത്തൂരാണ്. അപ്പോൾ അവർ ഓരോ കഥകളൊക്കെ പറഞ്ഞുതരും. പണ്ട് ഇവിടെ പുലി വന്നിരുന്നെന്നും, പണ്ട് ഇത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്ര വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നും, അങ്ങനെ പണ്ടത്തെ കുറേ കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അതാണ് ഓർമ്മ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തൊഴുത് പോയി കഴിയുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. നമുക്ക് ഇവിടെ നിന്ന് വന്ന് ഭഗവാനെ കണ്ടുപോയി കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഞാൻ ഇവിടെ താമസം തുടങ്ങിയിട്ട് 20 വർഷമായിട്ടുള്ളൂ. എൻ്റെ സ്വന്തം നാട് പാലക്കാടാണ്. അവിടെ ജനിച്ചത്. ഇവിടെ വന്ന് സെറ്റിലായി ഇവിടെ അങ്ങനെ ഇരിക്കുന്നെങ്കിൽ ജീവിതം അങ്ങനെ വളരെ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ ജീവിച്ചു പോകണം. RSSFിൻ്റെ എല്ലാ സഹായങ്ങളും എനിക്കുണ്ട്. ഈ അമ്പലത്തിൽ അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞാൽ RSSFിൻ്റെ സഹായം കൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിക്കുന്നുള്ളത് 101% ഉറപ്പാണ്. ഇനി ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് പറയാം. എല്ലാ മാസത്തിലെയും 30 ശനിയാഴ്ച ഈ ക്ഷേത്രത്തിൽ അതിവിപുലമായി ആചരിച്ചു വരുന്നു.
അന്നേ ദിവസം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദൂട്ടും നൽകി വരുന്നു. കൂടാതെ എല്ലാ മാസത്തിലെയും ആയില്യം നാൾ ഈ ക്ഷേത്രത്തിൽ അതിവിശേഷമായി ആചരിക്കുന്നു. ഇവിടുത്തെ വിശേഷ ദിനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മാസം 1-ാം തീയതി ഇവിടെ വിശേഷ പൂജകളുണ്ടാവും. 30 ശനിയാഴ്ചകളിൽ രാവിലെ തൊട്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടി പ്രഭാത ഭക്ഷണവും അതിനുശേഷം അന്നദാനവും നടത്തി വരുന്നുണ്ട്. 30 ശനിയാഴ്ച പ്രധാന ചടങ്ങ് എന്ന് പറഞ്ഞാൽ ശാസ്താംപാട്ട്, അതിനുശേഷം വെളിച്ചപ്പാടിൻ്റെ തുള്ളൽ ഉണ്ടാവാറുണ്ട്. അവസാനം ഗുരുതിയോടുകൂടിയാണ് അന്നത്തെ ദിവസം ചടങ്ങുകൾ അവസാനിക്കുന്നത്. കൂടാതെ എല്ലാ മാസം ആയില്യം നാളിൽ പ്രത്യേക പൂജ നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന രീതിയിൽ വൃശ്ചിക മാസം വരുന്ന ആദ്യത്തെ ശനിയാഴ്ച, 30 ശനിയാഴ്ച വിവിധ ദേശക്കാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഷഷ്ഠി മഹോത്സവം, കാവടി ഷഷ്ഠി മഹോത്സവം നടത്തി വരുന്നുണ്ട്. അതിൽ അന്ന് ഏതാണ്ട് 4000-ഓളം വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകി വരാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ സമിതിയുടെ നേതൃത്വത്തിലും ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലും ഭക്തജനങ്ങൾക്ക് വേണ്ടി നടത്തി വരാറുണ്ട്. ഈ വിശേഷ ദിവസമെല്ലാം തന്നെ നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ഭക്തർ ആരേശ്വരം ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഒരത്ഭുതമായി ഈ മലമുകളിൽ നിലകൊള്ളുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞും കേട്ടും നിരവധി ഭക്തജനങ്ങൾ ഈ ആറേശ്വരം ദർശനത്തിനായി ദിനംതോറും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. വ്രതമെടുത്ത് പുനർജനി ഗുഹയിൽ കയറി സർവ്വ പാപങ്ങളും ഇല്ലാതാക്കി സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു മനസ്സും സമ്പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ശരീരവും ദീർഘായുസ്സും സ്വായത്തമാക്കി ഈ ക്ഷേത്രത്തിലെ ആറേശ്വരന്മാരുടെയും മറ്റു ഉപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും കൂടുതൽ കരുത്തോടെ ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന, സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി